ഞങ്ങളെ കണക്കൂട്ടിലെ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കൂടുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ UDFന്റെ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മത്സരമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് ശതമാനം കൂടും. നല്ല പ്രചരണം എല്ലാ ഭാഗത്തും ഉണ്ടായി. പിന്നെ കാലാവസ്ഥയും പ്രതികൂലമല്ല. അതുകൊണ്ട് പോളിംഗ് ശതമാനം മെച്ചപ്പെടുമെന്ന് തന്നെയാണ് UDF കരുതുന്നത്. അത് UDFന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്താണ് ഇപ്പോ പോളിംഗ് മാത്രമല്ല അവസാന ഘട്ടത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് UDF കരുതുന്നത് എന്തായിരിക്കും റിസൾട്ടിൽ പ്രതിഫലിക്കുക? റിസൾട്ടില് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു ശക്തമായ പ്രതിഷേധ പ്രകടനമായിരുന്നു. നിലമ്പൂർ ബൈ ഇലക്ഷന്റെ ആകത്തുക റിസൾട്ട് അതായിരുന്നു. ഞങ്ങൾ ആദ്യമേ തന്നെ ഉയർത്തിയ വിഷയങ്ങൾ ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇന്നും വന്യമൃഗ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കേരളത്തിൽ കൊലയപ്പെട്ടിരിക്കുക. ഗവൺമെന്റിന് അതിന് ഉത്തരമില്ല, പരിഹാരമില്ല. കാർഷിക മേഖലയുടെ തകർച്ച സംബന്ധിച്ച് പത്രങ്ങളുടെ എഡിറ്റോറിയലുകൾ ആവർത്തിച്ചു വരികയാണ്. അക്കാര്യത്തിലും ഗവൺമെന്റിന് മറുപടിയില്ല. ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. ആശാവർക്കർമാരുടെ സമരം അതിരൂക്ഷമായിട്ട് മുന്നേറുമ്പോൾ ഗവൺമെന്റ് അതിന്റെ വിജയത്തെ തടയുന്നതിന് വേണ്ടി ആ ദിവസമാണ്, ഇന്നലെ അവര് തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ തീരുമാനിച്ച ദിവസമാണ്, അവർക്ക് പ്രത്യേക ട്രെയിനിങ് അറേഞ്ച് ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ സമരത്തെ എങ്ങനെ ഭരണ ദുസ്വാധീനത്തിൽ പൊളിക്കാമെന്നാണ് ഗവൺമെന്റ് പരിശോധിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതിനൊന്നും ആരും വഴങ്ങിയില്ല, വഴിപ്പെട്ടില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ആശാ വർക്കർമാർ ഉയർത്തിയിട്ടുള്ളത്. അത് ജനങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു, ന്യായങ്ങൾ ഉൾക്കൊള്ളുന്നു. മുഖ്യമന്ത്രിയുടെ PR ഏജൻസിക്ക് ഏറ്റവും അവസാനം പോലും ആനുകൂല്യം വർദ്ധിപ്പിച്ച് നൽകിയ ഗവൺമെന്റാണ് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സേവനത്തെ അംഗീകരിക്കാനും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും തയ്യാറാകാത്തത്. ഇന്ന് CPMന്റെ അഭിപ്രായ വ്യത്യാസം വളരെ പ്രകടമാണ്. അവരുടെ ആശയ ദാരിദ്ര്യം വളരെ പ്രകടമാണ്. ഗോവിന്ദൻ മാഷെ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവരുടെ രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുന്നു. ഗോവിന്ദൻ മാഷ് ചില സത്യങ്ങൾ അറിഞ്ഞും അറിയാതെയും പുറത്തുവിട്ടത് ഇനി ആര് വിചാരിച്ചാലും ആ ഭൂതത്തെ ഇനി കുടത്തിൽ കയറ്റാൻ കഴിയുകയില്ല. അത് ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ കേരളത്തിന്റെ ജനങ്ങൾ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ ഭാവിയിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതാണ്. RSSുമായിട്ട് ഞങ്ങൾക്ക് പരസ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അങ്ങോട്ട് തർക്കിച്ച്, പിന്നെ എന്താ അത് പറയുന്നതിന് എന്താ പ്രയാസം? RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ നിഷേധിക്കുന്നതിന് പകരം തർക്കിച്ച് സമ്മതിപ്പിക്കുന്ന സാഹചര്യമാണ്. പിന്നെ അതിന്റെ തെരഞ്ഞെടുപ്പിലെ പ്രത്യാഘാതങ്ങളെ ഭയന്ന് അദ്ദേഹം തന്നെ തിരുത്താനോ ഉരുണ്ടുകളിക്കാനോ ശ്രമിച്ചാലൊന്നും വിലപ്പോവില്ല. മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അതിന്റെ യാഥാർത്ഥ്യ ചിത്രമുണ്ട്. അതനുസരിച്ചുള്ള പ്രതികരണം, പ്രതിഫലനം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാകും. യാഥാർത്ഥ്യമല്ലേ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും. ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, EMS അദ്വാനിയും വാജ്പേയിയും ആയി ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി ഭക്ഷണം കഴിച്ചത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇല്ലായിരുന്നു. അവരുടെ പൊളിറ്റിക്കൽ കോൺഫറൻസ്